ബിഗ്സ് നെസ്റ്റിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? എങ്ങോട്ടാണ് വെളിച്ചെണ്ണയുടെ വില കുതിക്കുന്നത്? വിലക്കയറ്റം ചെറുകിട മില്ലുടമകളെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഉയർന്ന വെളിച്ചെണ്ണ വില കുടുംബ ബജറ്റുകളെയും ബാധിച്ചു. സ്വർണ്ണ വിപണിയിലെ കുതിപ്പിന്റെ സൂചനയെന്ത്? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിഗ്സ് നെസ്റ്റ്. കുതിക്കുകയാണ് വെളിച്ചെണ്ണ വില. സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റുകയാണ്. ചെറുകിട മില്ലുടമകളും ബുദ്ധിമുട്ടിലാണ്. മാസങ്ങളായി വെളിച്ചെണ്ണ വില താഴുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൂടിയത് 40 രൂപ. വൈകാതെ വില കിലോഗ്രാമിന് 500 രൂപയിലേക്ക് എത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പല മടങ്ങാണ് കുടുംബച്ചെലവ് ഉയർന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 100-ലധികം രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് കൂടിയത്. പലരും വെളിച്ചെണ്ണ ഉപേക്ഷിക്കുകയാണ്. സാധാരണക്കാരായ ഞങ്ങൾക്കിത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അടുക്കളയിൽ എണ്ണ ഉപയോഗിക്കാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വില കുത്തനെ ഉയർന്നതോടെ സംസ്ഥാനത്തെ ചെറുകിട മില്ലുകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. നാട്ടിൽ നിന്ന് തന്നെ കൊപ്ര വാങ്ങി സ്വന്തം മില്ലിൽ വെളിച്ചെണ്ണ നിർമ്മിച്ച് വിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയാണ്. ദിവസം ശരാശരി 3000 രൂപയുടെ വരെ കച്ചവടം നടന്നിരുന്ന മില്ലുകളിൽ നിലവിൽ 500 രൂപ പോലും കിട്ടുന്നില്ലെന്ന് മില്ലുടമകൾ പറയുന്നു. ഒന്നും വരില്ല. കഴിഞ്ഞ മാസം കിട്ടിയത് ആ നിസ്സാര പ്രോഫിറ്റാ. അധ്വാനിക്കുന്ന പ്രോഫിറ്റ് പോലും ചിലപ്പോൾ കിട്ടിക്കുള്ളതില്ല. കണക്കിന് പോവാണ്. ആഴ്ചയിൽ 20 രൂപ കൊപ്ര തേങ്ങയും വ്യത്യാസം വരികയാണ്. തേങ്ങക്ക് 100 രൂപയാവും, വെളിച്ചെണ്ണ 500 രൂപയാവും ഉറപ്പാണ് ഓണാകുമ്പോഴത്തേക്ക്. കൊപ്രയും തേങ്ങന്റെയും വില അനുസരിച്ചല്ല നമുക്ക് വിൽക്കാൻ കഴിയില്ല. എന്ത് വിലക്ക് കിട്ടുന്നോ ആ വിലക്ക് പോകും. ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. പാചകത്തിനും പലഹാരമുണ്ടാക്കാനും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ലഭ്യത വളരെ കുറവായതുകൊണ്ടാണ് വെളിച്ചെണ്ണ വില ഇത്ര അധികം ഉയരാനായിട്ടുള്ള കാരണം. അതിന് 2 കാരണങ്ങളാണ് തേങ്ങയുടെ ലഭ്യത കുറയുന്നതിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. ഒന്ന്, ഇത് തേങ്ങ മൂക്കുന്നതിന് മുമ്പ് കരിക്കിന് വേണ്ടിയിട്ട് കരിക്കിന്റെ വിപണി നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിർത്തി ഈ വിളവെടുക്കുന്നതിന് മുമ്പ് കേട് സംഭവിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി കർഷകരെല്ലാം ഇത് കരിക്കിനായിട്ട് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും റെക്കോർഡ് വില വർധനയാണ്. 1 കിൻഡൽ കൊപ്രയ്ക്ക് 21,000 രൂപയാണ് വില. 1 കിലോ ഉണക്കത്തേങ്ങയ്ക്ക് 80 രൂപയും. കഴിഞ്ഞ വർഷം തേങ്ങ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ജനുവരിയിൽ വെളിച്ചെണ്ണ വില 280 രൂപ വരെ എത്തിയിരുന്നു. ഫെബ്രുവരിയിൽ വില കുറഞ്ഞെങ്കിലും മാർച്ചിൽ വീണ്ടും ഉയർന്നു. തേങ്ങകൾ കരിക്കാകുമ്പോഴേക്കും വിളവെടുക്കുന്നതാണ് ഒരു പ്രധാന വില കാരണം. ഒരാഴ്ച മുമ്പ് വരെ 300 രൂപയായിരുന്ന വെളിച്ചെണ്ണ വില ഇപ്പോൾ 350 രൂപ കവിഞ്ഞു. ഒരു വർഷത്തിനിടെ ഇരട്ടിയിലേറെയാണ് വില വർദ്ധിച്ചത്. പ്രധാനമായും പച്ചത്തേങ്ങയുടെ ലഭ്യത കുറവാണ് വില വർധനയ്ക്കുണ്ടായ കാരണം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഉയർന്നതോടെ സാധാരണക്കാരന്റെ അടുക്കള ബജറ്റ് താളം തെറ്റിയിരിക്കുകയാണ്. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ ന്യൂസ്, കൊച്ചി. ആഗോള പിരിമുറുക്കങ്ങൾ, ഡിമാൻഡ്, സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ അടുത്തയാഴ്ച സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കും. വിലയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ പ്രവചനം ഗ്രാമിന് 7395 രൂപയാണ്. അടുത്തയാഴ്ചയിലെ സ്വർണ്ണവിലയിൽ 0.027% എന്ന നേരിയ മാറ്റമാണ് ഉണ്ടാവുക. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ നിരക്ക് ഗ്രാമിന് 6830 രൂപയായിരിക്കുമെന്നാണ് പ്രവചനം. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നിരക്ക് 7395 രൂപയ്ക്കും 7021 രൂപയ്ക്കും ഇടയിൽ പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിലും ആഗോള അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടങ്ങളിലും സ്വർണ്ണവിലയിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US നേരിടുന്ന പ്രതിസന്ധികളാണ് സ്വർണത്തിന് കുതിക്കാനുള്ള ഊർജ്ജമേകുന്നത്. USന്റെ സേവന മേഖലയുടെ വളർച്ചാ നിരക്ക് മെയ്യിൽ നെഗറ്റീവിലേക്ക് പതിച്ചു. ഒരു വർഷത്തിനിടെ വളർച്ച നെഗറ്റീവാകുന്നത് ആദ്യം. ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് തിരിച്ചടിയായത്. US-ലേക്കുള്ള സ്റ്റീലിനും അലൂമിനിയത്തിനും ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്ക വിതച്ചിട്ടുണ്ട്. ഇതിനു പുറമെ
റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും കലുഷിതമാകുന്നതും സ്വർണത്തിന് പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സമ്മാനിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞയാഴ്ച വില കൂടാനുണ്ടായ പ്രധാന കാരണം. റഷ്യ യുക്രൈൻ സമാധാനം അകലെ തന്നെയാണെന്ന് ട്രംപ് പറഞ്ഞതും സ്വർണത്തിന് ആവേശമായി. രാജ്യാന്തര വില ഔൺസിന് $3,367 നിന്ന് $3,382 കേരളത്തിലും സ്വർണ്ണവില കൂട്ടാനിടയാക്കി. ജൂൺ തുടക്കം മുതൽ വർധനയാണെങ്കിലും സ്വർണ്ണവിലയിൽ പരിധിവിട്ട കുതിപ്പുണ്ടാകില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ആഗോള സംഘർഷങ്ങൾ കൂടുതൽ ശക്തമായാൽ അത് സ്വർണത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ചൈന US താരിഫ് യുദ്ധം വീണ്ടും ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് നീങ്ങിയാൽ അതും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. കാർഷിക വിപണിയിൽ അടുത്ത വാരം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വരവോടെ ടാപ്പിംഗ് പുനരാരംഭിക്കാമെന്ന നിഗമനത്തിലായിരുന്നു റബ്ബർ മേഖല. നിലവിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് ജൂൺ 2ാം വാരത്തിലും തോട്ടങ്ങളിലേക്ക് പ്രവേശിക്കാനാവാത്ത അവസ്ഥയാണ്. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളകിന് വിൽപ്പന സമ്മർദ്ദം. മലബാർ മുളകിനെ ബാധിച്ച മാന്ദ്യം വിട്ടുമാറിയിട്ടില്ല. നാളികേരോൽപ്പന്നങ്ങളാണെങ്കിൽ റെക്കോർഡുകളുടെ തോളിലേറി പ്രയാണം തുടരുകയാണ്. ആഭ്യന്തര വിപണിയിൽ പാചക എണ്ണകളുടെ വിലക്കയറ്റത്തിന് നിയന്ത്രണം വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ വിദേശ എണ്ണ ഇറക്കുമതി ഡ്യൂട്ടിയിൽ വരുത്തിയ ഇളവ് പ്രഖ്യാപനം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും എണ്ണ വിപണികൾ മുന്നേറുന്നു. സർവകാല റെക്കോർഡ് വിലയിലാണ് വെളിച്ചെണ്ണയുടെ ഇടപാടുകൾ. വിദേശ പാം ഓയിൽ, സോയ, സൂര്യകാന്തി എണ്ണകളുടെ വരവ് പതിവിലും ഉയരുമെന്ന് വ്യക്തമാണെങ്കിലും വിദേശ ചരക്ക് വെളിച്ചെണ്ണയ്ക്ക് ഭീഷണിയാവില്ലെന്ന സൂചനയാണ് വിപണി ഇപ്പോൾ നൽകുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വെളിച്ചെണ്ണയുടെ പ്രതിരോധശേഷി ഓരോ മാസം പിന്നിടുന്തോറും ശക്തി പ്രാപിക്കുന്നു. നടപ്പ് വർഷം ആഗോള വെളിച്ചെണ്ണ ഉൽപാദനം 3.22 ദശലക്ഷം ടണ്ണിൽ ഒതുങ്ങുമെന്നാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം ഉൽപാദനം 3.28 ടണ്ണായിരുന്നു. പ്രവചനാതീതമായ തോതിലെ മഴയും ഉയർന്ന ചൂടും മൂലം പ്രധാന ഉൽപാദന രാജ്യങ്ങളിൽ മച്ചിങ്ങ പൊഴിച്ചിൽ കഴിഞ്ഞ വർഷം മുതൽ വ്യാപകമായത് ഉൽപാദനത്തെ ബാധിച്ചു. നാളികേര ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള ഫിലിപ്പീൻസിൽ 2024 1.33 ലക്ഷം ടണ്ണായിരുന്നത് ഈ വർഷം 1.25 ലക്ഷം ടണ്ണായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും ഉൽപാദനം ചുരുങ്ങിയതും ലോകവിപണിയിൽ ഉൽപ്പന്നക്ഷാമം രൂക്ഷമാക്കി. ലഭ്യത ചുരുങ്ങിയ തക്കത്തിന് വെളിച്ചെണ്ണ വില കൃത്രിമമായി ഉയർത്താൻ തമിഴ്നാട് ലോബി കിണഞ്ഞു ശ്രമിക്കുന്നതായി വിപണി വൃത്തങ്ങൾ. കാങ്കേത്ത് എണ്ണവില റെക്കോർഡായ 32,300 രൂപയിലാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണയെ 30,200 നിന്നും ഈ അവസരത്തിൽ 31,100 ഉയർത്തി. രാജ്യത്തെ ചോക്ലേറ്റ് വ്യവസായികൾ സംഘടിതരായി കൊക്കോ സംഭരണം കുറച്ചത് ഉൽപാദന മേഖലയെ പ്രതിസന്ധിയിലാക്കി. വൻകിട ചെറുകിട വ്യവസായികൾ ഓഫ് സീസണിലെ വിലക്കയറ്റത്തിന് തുരങ്കം വയ്ക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് രംഗത്തു നിന്നും അകന്നതെന്ന് മധ്യവർത്തികൾ. വ്യവസായികൾ കൊക്കോ സംഭരണം കുറച്ചതിന് പിന്നാലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനവും ചരക്ക് ശേഖരിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തിയത് കൊക്കോ കർഷകർക്കും കനത്ത പ്രഹരമായി. കർഷക രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അർദ്ധ സർക്കാർ സ്ഥാപനം വ്യവസായികളുടെ താളത്തിന് തുള്ളുന്ന അവസ്ഥയിലാണ്. അടുത്ത വാരത്തോടെ മധ്യ കേരളത്തിലും ഹൈറേഞ്ചിലും കൊക്കോ വിളവെടുപ്പ് അവസാനിക്കും. അതായത് മാസത്തിന്റെ 2ാം പകുതി മുതൽ വില ഉയരാനുള്ള സാഹചര്യം മുന്നിലുള്ള സന്ദർഭത്തിലാണ് ചോക്ലേറ്റ് ലോബി തന്ത്രപരമായി ചരക്ക് സംഭരണം കുറച്ചത്. കൊക്കോക്കായ പച്ച കിലോ 90 രൂപയിലും പരിപ്പ് 440 രൂപയിലുമാണ്. വാരാവസാനം കാലാവസ്ഥയിൽ ദൃശ്യമായ മാറ്റം കണ്ട് റബ്ബർ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒരുക്കാനുള്ള തിടുക്കത്തിലാണ് ഉൽപാദകർ. ഷീറ്റ് വില 200 രൂപയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നതിനാൽ മുന്നിലുള്ള 2 മാസം മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 197 രൂപയിലും രാജ്യാന്തര വിപണിയിൽ കിലോ 194 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. അതേസമയം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളെ ബാധിച്ച മാന്ദ്യം വിട്ടുമാറിയില്ല. ചൈനീസ് ഡിമാൻഡ് മങ്ങിയതിനാൽ റബ്ബറിന് ആവശ്യക്കാർ കുറവാണ്. വിയറ്റ്നാം കുരുമുളക് കയറ്റുമതി ഉയർത്താൻ ശക്തമായി ശ്രമം തുടരുന്നു. വിയറ്റ്നാം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ ആവശ്യക്കാർ കുറവാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലുകാരുണ്ട്. 1 ലക്ഷം ടൺ കുരുമുളകിന്റെ ഉൽപാദനം അവകാശപ്പെടുന്നതിനാൽ താഴ്ന്ന വിലയ്ക്ക് കച്ചവടങ്ങൾ ഉറപ്പിക്കാമെന്ന നിലപാടിലാണ് ഇറക്കുമതി രാജ്യങ്ങൾ. ഇന്തോനേഷ്യയിൽ ജൂലൈയിൽ വിളവെടുപ്പ് തുടങ്ങുമെന്നത് വിലയെ സ്വാധീനിക്കും. ഉൽപാദന മേഖലകളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ചരക്ക് വരവ് ശക്തമല്ല. അൺഗാർബിൾഡ് മുളക് കിൻഡലിന് 66,900 രൂപയായി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ.
പ്രമുഖ ബ്രിട്ടീഷ് കമ്പനിയായ നത്തിങ് ഏറ്റവും വിലയേറിയ സ്മാർട്ട് ഫോൺ ലോഞ്ചിനായി ഒരുങ്ങുന്നു. നത്തിങ് ഫോൺ 3 ലോഞ്ച് ജൂലൈ 1-ന്. ഫോണിന് 90,000 രൂപയിൽ കൂടുതൽ വില വരുമെന്നാണ് പ്രതീക്ഷ. നത്തിങ് ഫോൺ 3-ൽ പ്രീമിയം മെറ്റീരിയലുകൾ ഉണ്ടായിരിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. നത്തിങ്ങിന്റെ ആദ്യത്തെ യഥാർത്ഥ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്നാണ് കമ്പനി വിശേഷിപ്പിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിനെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12 GB വരെ റാമും 512 GB സ്റ്റോറേജുമുണ്ട്. 50 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനും 20 വോൾട്ട് വയർലെസ് ചാർജിങ്ങുമുള്ള 5000 mAh ബാറ്ററിയാണ് ഇതിലുണ്ടാവുക. നത്തിങ് ഫോൺ 3-ൽ 50 MP ട്രിപ്പിൾ റിയർ ക്യാമറയും 32 MP സെൽഫി ക്യാമറയും ഉണ്ടായിരിക്കും. മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ മറ്റു കമ്പനികളിലെ ഫോണുകളുമായി വലിയ മത്സരത്തിനാണ് നത്തിങ് ഫോൺ 3 കളമൊരുക്കാൻ പോകുന്നത്. വിപണി പിടിക്കാൻ ഹീറോയുടെ വിഡ സെഡ് ഇലക്ട്രിക് സ്കൂട്ടർ അടുത്ത മാസം 1-ന് വിപണിയിലെത്തുന്നു. കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ സ്കൂട്ടറാണിത്. TVS മോട്ടോഴ്സും ബജാജ് ഓട്ടോയും അടുത്തിടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുന്നേറ്റം നടത്തിയതിന് പിന്നാലെയാണ് ഹീറോയുടെ പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹീറോയ്ക്ക് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ രംഗത്ത് 5ാം സ്ഥാനം മാത്രമാണുള്ളത്. പുതിയ ലോഞ്ചിങ്ങിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ മുന്നേറ്റം നടത്താനാണ് ഹീറോ ലക്ഷ്യമിടുന്നത്. വിഡ സെഡിന്റെ പുതിയ മോഡൽ വിഡ VX2 എന്ന പേരിലാകും ഇന്ത്യൻ വിപണിയിൽ എത്തുക. 1 ലക്ഷത്തിൽ താഴെയാണ് വില പ്രതീക്ഷിക്കുന്നത്. വിഡ V2 റേഞ്ച് സ്കൂട്ടറിന്റെ വില 96,000 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. എടുത്തുമാറ്റാവുന്ന ബാറ്ററികളാണ് വിഡയുടെ പ്രത്യേകത. ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വിഡ സെഡ് പ്രദർശിപ്പിച്ചിരുന്നു. മണിക്കൂറിൽ 2.2 കിലോവാട്ട് മുതൽ 4.4 കിലോവാട്ട് വരെ ബാറ്ററി ശേഷിയാണ് സ്കൂട്ടറിനുള്ളത്. കുടുംബയാത്രികരെ ലക്ഷ്യമാക്കിയാണ് സ്കൂട്ടറിന്റെ ഡിസൈൻ. ഇവയ്ക്ക് പുറമെ ഡിജിറ്റൽ ഡിസ്പ്ലേയും LED ലൈറ്റുകളും വ്യത്യസ്ത റേഞ്ചിലുള്ള മൾട്ടിപ്പിൾ ബാറ്ററി സംവിധാനങ്ങളുമുണ്ട്. വിനോദവാരം. ജൂൺ മാസത്തിൽ ഒരു പിടി ചിത്രങ്ങളാണ് തിയേറ്ററിലെത്തുന്നത്. സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂവ്, ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ വൈഗ ഒരുക്കുന്ന ചിത്രമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, സാരംഗി ശ്യാം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നത്. ഇന്ദ്രൻസ്, മനോജ് K. ജയൻ, അൽഫോൺസ് പുത്രൻ, ഡോക്ടർ റോണി, മീര വാസുദേവ്, മഞ്ജു പിള്ള തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജൂൺ 20-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റോന്ത്. ജൂൺ 13-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഒരു കോർട്ട് റൂം ത്രില്ലറായിരിക്കും ചിത്രം. അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകൻ മാധവും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജൂൺ 20-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഇനി പ്രധാന ഇവന്റുകൾ. കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ 2025 കൊച്ചിയിൽ ജൂലൈ 25, 26 തീയതികളിൽ കളമശ്ശേരി സ്റ്റാർട്ടപ്പ് മിഷനിൽ. വാട്ടർ എക്സ്പോ കൊച്ചി സെപ്റ്റംബർ 18 മുതൽ 20 വരെ കളമശ്ശേരി സംബ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. ബൈ.